ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുവചനത്തിന്റെ മുൻപാകെ അടിയങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ പുത്രനെ ഞങ്ങളിൽ ഉയർത്തണമേ. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ, പ്രിയ പിതാവേ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായം 30-ാം വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന വേദഭാഗമാണല്ലോ അത്. പൗലോസ് ലോകത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചും ദൈവത്തിന്റെ ജ്ഞാനത്തെയും കുറിച്ചും കോൺട്രാസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ താരതമ്യം ചെയ്ത് സംസാരിക്കുകയാണ്. കൊരിന്തിലുള്ളതാകുന്ന ആ വിശുദ്ധന്മാർ ലൗകികമാകുന്ന ജ്ഞാനവും ഫിലോസഫിയും അങ്ങനെയുള്ളതാകുന്ന ചിന്താഗതികൾ വലിയ കാര്യമായി കരുതുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം എന്തെന്നും ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യർക്ക് ഭോഷത്വമായി തോന്നുന്നെന്നും അത് ക്രൂശിക്കപ്പെട്ടതാകുന്ന യേശുക്രിസ്തുവിലൂടെയാണ് ആ ദൈവജ്ഞാനം വെളിപ്പെട്ടിരിക്കുന്നതെന്നും മുകളിൽ പറഞ്ഞു. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ 24 തൊട്ടുള്ളതാകുന്ന വാക്യത്തിൽ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പോൾ ദൈവജ്ഞാനം എന്തെന്ന, ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പൗലോസ് പറഞ്ഞു, ദൈവത്തിന്റെ ജ്ഞാനം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് ദൈവജ്ഞാനം. ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവജ്ഞാനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. അതിനുശേഷം ആ ദൈവജ്ഞാനത്തിന്റെ ഒരു ചെറിയ വിശദീകരണമാണ് 30-ാമത്തെ വാക്യത്തിൽ കൊടുത്തേക്കുന്നത്. 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. സ്തോത്രം. മുകളിൽ കുലീനന്മാരും ജ്ഞാനികളും ബലവാന്മാരും ഏറെയില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുത്തു, നിങ്ങളെ അവിടുന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞ് ആ മുകളിൽ പറഞ്ഞതിനെ കോൺട്രാസ്റ്റ് ചെയ്തിട്ട്, നിങ്ങളോ യേശു ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്നിട്ട് പറഞ്ഞു, അവൻ നമുക്ക്, അല്ലെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനമായി തീർന്നു. യേശു ക്രിസ്തുവാണ് ജ്ഞാനം. അതിനുശേഷം ആ ജ്ഞാനത്തിന്റെ വിശദീകരണമാണ് 3 വാക്കുകളിൽ പറഞ്ഞേക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനമെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വിശദീകരിക്കുക. 3 വാക്കുകൾ. മലയാളം വേദപുസ്തകത്തിൽ അത് അത്ര ക്ലിയർ ആയിട്ടല്ല എഴുതിയേക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിങ്കൽ, അതായത് ദൈവത്തിന്റെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു, 4 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. യേശുക്രിസ്തുവാണ് ദൈവജ്ഞാനം എന്നിട്ട് പറയുക, ആ ജ്ഞാനം എന്താണ്? ദൈവജ്ഞാനമാകുന്ന യേശുക്രിസ്തു നീതിയാണ്, ശുദ്ധീകരണമാണ്, വീണ്ടെടുപ്പാണ്. അത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ന്യൂ ഇന്റർനാഷണൽ വേർഷൻ കൈവശമുള്ള ആരെങ്കിലും ഉറക്കെ ഒന്ന് വായിച്ചേ ആ വാക്യം ഉറക്കെ വായിരെ, ലൗഡർ. It is because of him that you are in Christ Jesus. Who has become for us wisdom from God. Who has become for us wisdom from God. That is. എനിക്ക് തോന്നുന്ന ഒരു ഹൈഫൻ ഇട്ടേച്ച അല്ലേ? There is a hyphen. That is. He is the wisdom from God for us. എന്നിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക. That is. The wisdom from God is. What is the wisdom from God? Our righteousness, holiness and redemption. ദൈവജ്ഞാനമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാ. യേശുക്രിസ്തു ഈ വേദഭാഗത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നീതിയാണ്. ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടു, ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു, ക്രിസ്തുവിൽ നമ്മെ ദൈവം സമ്പൂർണമായി വീണ്ടെടുക്കുന്നു. അപ്പോൾ ലോകത്തിന്റെ ചിന്തയിൽ ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഫിലോസഫി പറയാൻ കഴിവുള്ളവനാകുമ്പോൾ,
ലോകത്തിന്റെ ചിന്തയിൽ ജ്ഞാനിയെന്നും വലിയവനെന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടിൽ പിറന്നവനാകുമ്പോൾ, ലോകത്തിന്റെ ചിന്തയിൽ മൈറ്റ് ഈസ് റൈറ്റ്, ശക്തി ബലമുള്ളവൻ വലിയവനാകുമ്പോൾ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതല്ല. രക്ഷിക്കപ്പെട്ട് അനുദിന ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിച്ച് നിത്യതയ്ക്കു വേണ്ടി ഒരുങ്ങുന്നവനാണ് ജ്ഞാനി എന്നാ വേദപുസ്തകം പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കൊരിന്ത്യരോട് പറയുക, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഈ കുലീനത്വവും താൻ പ്രമാണിത്വവും അഹംഭാവവും ജ്ഞാനവും ഫിലോസഫിയും അറിയാവുന്നതും ഇതൊന്നുമല്ല ജ്ഞാനം. വീണ്ടും ജനിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും നിത്യതയ്ക്കൊരുങ്ങി നിൽക്കുകയും ചെയ്യുന്നവനാ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ജ്ഞാനി. ബാക്കി എല്ലാവരും മണ്ടന്മാരാ, ഭോഷരാണവർ. അതാ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനി ആരാണെന്നുള്ളത് ഈ കൊരിന്ത്യരോട് പറയുകയാണ്. വലിയ സമ്പത്തുള്ളവനല്ല ജ്ഞാനി, നന്നായി ഇൻവെസ്റ്റ് ചെയ്തവനല്ല ബുദ്ധിമാൻ, നന്നായി കാര്യങ്ങളെ ചെയ്യുന്നവനല്ല ബുദ്ധിമാൻ. അല്പം പെശക് പറ്റിയാലും ദൈവകൃപയിൽ ആശ്രയിച്ച് നീതിയോടെ ജീവിച്ച് ദൈവം ഏൽപ്പിച്ച വസ്തുവകകളെ നന്നായി വിനിയോഗിക്കുകയും വലിയ സമ്പത്തില്ലെങ്കിലും ദൈവീക വിഷയത്തിൽ സമ്പന്നത പ്രാപിച്ച് വിശുദ്ധിയോടെ സ്വർഗനാടിനെ ലാക്കാക്കി ഓടുന്നവനാ ബുദ്ധിമാൻ. അല്ലാത്തവര് മണ്ടന്മാരാ. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഒന്നാഴമായി പതിയണം. കൊരിന്ത്യരോട് പറയുക, ജ്ഞാനമെന്ന് പറഞ്ഞാൽ ഇതാ എന്റെ സഹോദരങ്ങളെ, മറ്റൊന്നും ജ്ഞാനമല്ല. യേശുക്രിസ്തുവിനെ അറിയുന്നതാ ജ്ഞാനം. ക്രിസ്തുവേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നീതീകരിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്നതാ ജ്ഞാനം. അതിൽ കൂടിയ ഒരു ജ്ഞാനവും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ലോകത്തിലില്ല എന്ന കാര്യം നമ്മൾ നന്നായി ഗ്രഹിക്കണം. സ്തോത്രം ആകട്ടെ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനെയാണ് ഇവിടെ ജ്ഞാനം എന്നതിനാൽ ദൈവത്തിങ്കൽ നിന്നുള്ള ജ്ഞാനമായി, വിശുദ്ധീകരണമായി, നീതീകരണമായി, വീണ്ടെടുപ്പായിട്ട് ചിത്രീകരിച്ചേക്കുന്നത്. ശ്രദ്ധിക്കണം, യേശുക്രിസ്തു നീതീകരിക്കുന്നവനാ. എന്നാ ഇവിടെ നീതീകരിക്കുന്നവനെന്നല്ല പറയുന്നത്, നീതി എന്നാ പറഞ്ഞേക്കുന്നത്. യേശുക്രിസ്തു വിശുദ്ധീകരിക്കുന്നവനാ. എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് വിശുദ്ധി എന്നാ പറഞ്ഞേക്കുന്നത്. ക്രിസ്തു വിശുദ്ധി എന്നാ പറഞ്ഞേക്കുന്നത്, നമ്മുടെ വിശുദ്ധി. യേശുക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. പക്ഷെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് യേശുക്രിസ്തു വീണ്ടെടുപ്പുകാരനായിട്ടല്ല, വീണ്ടെടുപ്പായിട്ടാണ്. അത് നമ്മൾ ഇന്ന് അല്പം ആഴമായി ചിന്തിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മോർ ദാൻ മിയർ ഗിഫ്റ്റ്സ്, ഹി ഹിംസെൽഫ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. അവിടുന്ന് നമുക്ക് തരുന്ന കേവലം ദാനങ്ങളെന്നല്ല യേശുവിനെ തിരിച്ചറിയേണ്ടത്. പിന്നെയോ അവിടുന്ന് തന്നെ ദാനമാകുന്നു. ഞാൻ വിശദീകരിക്കാം. എനിക്കറിയാം അങ്ങനൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ പൊതുവെ നമ്മൾ കേൾക്കാറില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം അല്പം വിശദമായിട്ട് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുകയാണ്. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ വഴി കാണിക്കുന്നവനെന്നല്ല. യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ തന്നെ വഴിയാ. യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ സത്യോപദേശം പറഞ്ഞു തരുന്നവനെന്നല്ല. യേശുക്രിസ്തു പറഞ്ഞു ഞാൻ സത്യമാകുന്നെന്നാ പറഞ്ഞേ. യേശുക്രിസ്തു പറഞ്ഞു ഞാൻ വെറുതെ ജീവൻ കൊടുക്കുന്ന, നിശ്ചയമായിട്ടും ജീവൻ തരുന്നവനാ. എന്നാൽ ക്രിസ്തു പറഞ്ഞത് ജീവൻ നൽകുന്നവനെന്നല്ല, ഞാൻ തന്നെ ജീവനാകുന്നെന്നാ പറഞ്ഞേ. യേശുക്രിസ്തു ദാനങ്ങൾ തരുന്നവനാ, അപ്പം കൊടുക്കുന്നവനാ.
എന്നാൽ യേശു ക്രിസ്തുവിന്റെ തന്നെ വാക്കുകളിൽ ക്രിസ്തു പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാണെന്നാണ്. യേശു ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുന്നവനാണ്, സംശയമില്ല. എന്നാൽ ക്രിസ്തു പറഞ്ഞത് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്, സംശയമില്ല. ക്രിസ്തു വെളിച്ചം പകരുന്നവനാണ്. എന്നാൽ ക്രിസ്തു പറഞ്ഞത് ഞാൻ വെളിച്ചം കൊടുക്കുന്നവനെന്നല്ല, ഞാൻ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അപ്പോൾ ദൈവത്തിന്റെ എക്കണോമിയിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ ദാനങ്ങൾ തരുന്നവനായിട്ടല്ല, ഹി ഹിംസെൽഫ് ഈസ് എവറിത്തിങ് ടു us. What we need for life and godliness, ജീവനും ഭക്തിക്കും വേണ്ട സകലവും യേശു ക്രിസ്തുവിലാണ്. ക്രിസ്തു തന്നെയാ സകലവും. അപ്പൊ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് ദൈവം സകല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ആകട്ടെ, അത് ഞാൻ അല്പം വിശദമായിട്ട് തുടർന്ന് പറയട്ടെ. ഒന്നാമത്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയം പോരാത്തത് കൊണ്ട് 2-3 കാര്യങ്ങൾ മാത്രം വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്, യേശു ക്രിസ്തു പറഞ്ഞു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവന്റെ അപ്പമാണ്. നമുക്ക് വളരെ പരിചിതമാകുന്ന ഒരു വേദഭാഗമാണിത്. ക്രിസ്തു കഫർന്നഹൂമിൽ വെച്ച് ഒത്തിരി പേര് തന്റെ പിന്നാലെ വന്നു, അടയാളങ്ങൾ ചെയ്യുന്നത് കണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, ദൈവജീവിത വേദഭാഗം ഒന്ന് എടുക്കാം. ഒത്തിരി പേര് യേശു ക്രിസ്തുവിന്റെ പിന്നാലെ വന്നു. ഗുരു, നിന്നെ ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ പിന്നാലെ അവർ വന്നു. 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം, അതിന്റെ 26-ാമത്തെ വാക്യം, 25 മുതൽ വായിച്ചു. റബി, നീ ഇപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. യെസ് യെസ് യേശു ക്രിസ്തു പറയുക, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല. ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കൽ വിശദീകരിച്ചതാ. അടയാളമെന്ന് പറഞ്ഞാൽ എന്താ? അടയാളമെന്ന് പറഞ്ഞാൽ അടയാളം അതിൽ പൂർണ്ണമല്ല. അടയാളത്തിന്, അടയാളം എന്തിനെ കുറിക്കുന്നുവോ അതിനെ മാറ്റി നിർത്തി അടയാളത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അടയാളമെന്നുള്ളത് യഥാർത്ഥ കാര്യത്തിലേക്ക് നയിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പറയുക, നിങ്ങൾ എന്നെ അന്വേഷിച്ചൊക്കെ വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അപ്പം തിന്നത് കൊണ്ടാ വരുന്നത്, അല്ലാതെ അടയാളം കണ്ടിട്ടല്ല. എന്താ അതിന്റെ അർത്ഥം? ഞാൻ അടയാളം കാണിച്ചു. എന്താ അടയാളം? നിങ്ങളുടെ ശരീരത്തിന് അപ്പം ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്തു. പക്ഷെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഇപ്പോഴുള്ള അപ്പമല്ല വാസ്തവത്തിൽ നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്ക് ആവശ്യം ഞാനാണ് നിങ്ങൾക്ക് ആവശ്യം എന്നത് അടയാളമായി ഞാൻ അപ്പം തന്നപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങളുടെ വിശപ്പിന് പരിഹാരമായി ഞാൻ അപ്പം നുറുക്കി തന്നപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നെയാ നിങ്ങൾക്ക് വേണ്ടിയത്. പ്രിയമുള്ളവരെ, കടബാധ്യത മാറാൻ കർത്താവിനെ പിൻപറ്റിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. രോഗസൗഖ്യത്തിന് വേണ്ടി യേശുവിങ്കിലേക്ക് വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുടുംബത്തിലെ പ്രശ്നം മാറാനായിട്ട് യേശുവിനെ ആദ്യം അന്വേഷിച്ചെങ്കിൽ അതുകൊണ്ടും കുഴപ്പമില്ല. മദ്യപനാകുന്ന ഒരു ഭർത്താവിന്റെ സ്വഭാവം മാറാൻ വേണ്ടിയിട്ട് കുറച്ചുപേര് വന്ന്
വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ, പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതൊന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കുഴപ്പമില്ല. അത് മദ്യപനായ ഭർത്താവിന്റെ മദ്യപാനം മാറിയപ്പോൾ അത് കേവലം അടയാളം മാത്രമാണ്. ബുദ്ധിമുട്ടിലിരുന്ന ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ട് യേശു തീർത്തപ്പം അത് കേവലം അടയാളം മാത്രമാണ്. തകർന്ന ഒരു കുടുംബത്തെ ദൈവം വീണ്ടും പണിതപ്പോൾ അത് അടയാളം മാത്രമാ, ദാനം മാത്രമാ, അനുഗ്രഹം മാത്രമാ. എന്നാൽ അവിടെ നിൽക്കരുത്. അടയാളത്തിനേക്കാൾ ഉപരിയായി, ദാനത്തെക്കാൾ ഉപരിയായി ദാതാവിങ്കലേക്ക് വരുന്നില്ലെങ്കിൽ എത്ര അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചാലും ഒരു പ്രയോജനമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് നിങ്ങൾ പറയും, അയ്യോ ഇന്നിടത്ത് അത്ഭുതം, എന്തോ അത്ഭുതം, ആൾ ഓടിക്കൊണ്ട് കൂടട്ടെ. ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് നടന്നതുപോലെ അത്ഭുതം നടക്കുന്നുണ്ടോ? ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. ഐ ചലഞ്ച് യു, പ്രൂവ് മീ. സത്യാത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അത് വേറെ. എന്നാൽ ഈ കാപട്യങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് ആകട്ടെ. Let us take it for granted. There are miracles. അത്ഭുതം ഉണ്ടെന്ന് പറയട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. യേശു ക്രിസ്തുവിന്റെ കാലത്ത് റിയൽ അത്ഭുതങ്ങൾ കണ്ട, അപ്പം തിന്ന, കുഷ്ഠരോഗം സൗഖ്യമായ ഒരുപാട് ആയിരങ്ങൾ ഇന്ന് നരകത്തില. ഡു യു നോ ദാറ്റ്? ഡിഡ് യു ഹിയർ ദാറ്റ്? യേശു ക്രിസ്തുവിന്റെ കാലത്ത് 10 കുഷ്ഠരോഗികൾ വന്ന് സൗഖ്യമായി യേശു പോയി. വേദപുസ്തകം രേഖപ്പെടുത്തിയേക്കുന്ന ആര് പോസിബിളി വന്നെന്നാ? ഒറ്റ ഒരു ശമരിയാക്കാരനെ, ബാക്കി 9 പേരും പോയി. അപ്പൊ 10 കുഷ്ഠരോഗി സൗഖ്യമായി. ഒരു കുഷ്ഠരോഗിയെ ഇന്ന് നിത്യതയിലുള്ളൂ, 9 പേരും നരകത്തില. വേദപുസ്തകത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അപ്പം തിന്ന് ഒരുപാട് പേരുന്ന് നരകത്തില. പിന്നെ യോഹന്നാൻ പറയുന്നത്, യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ രേഖപ്പെടുത്താൻ എഴുതാൻ തുടങ്ങിയ ലോകത്തിൽ തന്നെ പുസ്തകങ്ങള് എന്തുവാ സ്ഥലമില്ലെന്നാ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എത്രയോ കുടുംബത്തിൽ മരിച്ചവരെ യേശു ഉയർപ്പിച്ചു കാണും. തന്നേക്കുന്നൊക്കെ സാമ്പിൾ ലിസ്റ്റ് മാത്രമാ, സാമ്പിള് മാത്രമാ തന്നേക്കുന്നത്. എത്രയോ ആയിരങ്ങളെ കർത്താവ് സൗഖ്യമാക്കി കാണും. എത്രയോ ഭവനങ്ങളെ ദൈവം അവരുടെ ദുഃഖത്തിൽ നിന്ന് കരേറ്റി കാണും. എത്രയോ കുഷ്ഠരോഗികള് സൗഖ്യമായി കാണും. പക്ഷെ അവരാരും നിത്യതയിലില്ല. കാരണമെന്ത്? യേശു ക്രിസ്തുവിനെ അവിടുത്തെ ദാനം എന്നതിനേക്കാളും ക്രിസ്തുവിനെ ജീവന്റെ അപ്പമായി തിരിച്ചറിയുവാൻ കഴിയാത്ത ഒത്തിരി പേരുന്ന് നരകത്തില. ഈ തലമുറയിലും ഒരുപാട് പേര് നിത്യ നരകത്തിൽ പോകും. അത്ഭുതം കണ്ട അപ്പം നിന്ന ഒരുപാട് പേര് പോകും. യേശു ക്രിസ്തു പറഞ്ഞു, ഐ ആം ദാറ്റ് ബ്രെഡ്. ക്രിസ്തു, ഹി ഈസ് സോ ഇൻസെൻസ്ഡ്. അവിടുന്ന് ഒത്തിരി 26-ാം വാക്യം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, എന്തിനാ എന്നെ തിരയുന്നത്? നിങ്ങൾ അപ്പം തിന്നത് തൃപ്തരായിട്ടാ എന്നെ തിരയുന്നത്. എന്നിട്ടാണ് യേശു പറയുന്നത്, നിങ്ങൾക്കൊരു പുതിയ വിശപ്പ് തരുവാൻ, ഒരു പുതിയ ദാഹം തരുവാൻ, ഒരു പുതിയ ആസക്തി തരുവാൻ ഞാൻ വന്നു. ഞാനാണ് നിങ്ങളുടെ അപ്പം. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം യേശു ക്രിസ്തുവിങ്കലേക്ക് ഈ കാരണങ്ങളാൽ വന്നു എന്നത് തെറ്റല്ല. എന്നാൽ ഇന്നും യേശുവിനെ അന്വേഷിക്കുന്നത് അതിനാണെങ്കിൽ, that you have the same appetites when you came to the Lord
And now Jesus is so useful. You can use the power of Jesus to gain your end. Then you are doomed. യേശു ക്രിസ്തു പിങ്കിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ കാരണമായി തീർന്ന അതേ ആസക്തിയ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതിൽ, ഇപ്പോഴും ഉപവസിക്കുന്നതിൽ, ഇപ്പോഴും ദൈവമുഖം അന്വേഷിക്കുന്നതിൽ ഇതാ നമ്മുടെ ആസക്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. നാം വീണ്ടും ജനിച്ചിട്ടില്ല. നാം നിത്യ നരകത്തിന് യോഗ്യരായി തീരും. മറന്നുപോകരുത്. സോ നമ്പർ 1, Christ is the bread of life. ജീവന്റെ അപ്പമാണ്. അപ്പം തരുന്നവനല്ല, അപ്പം തന്നിട്ടുണ്ട്, തരികയും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ അതിലുപരിയായി യേശുവിനെ ജീവന്റെ അപ്പമായിട്ട് നമ്മൾ തിരിച്ചറിയണം. യേശുവിനെ ജീവന്റെ അപ്പമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരിക്കലും നാം നിത്യതയിൽ പ്രവേശിക്കുകയില്ല. കാരണം യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിങ്ങളുടെ ആത്മാവിന്, the bread of your soul, your hungry soul, വിശപ്പുള്ള നിങ്ങളുടെ ആത്മാവിന് ഞാൻ ജീവന്റെ അപ്പമാ, എന്നെ തിന്ന് എന്നാൽ ജീവിക്കും. യേശുവിനെ ഭക്ഷിച്ചിട്ടുണ്ടോ? യേശുവിനെ ഭക്ഷിക്കുന്ന അനുഭവമാണ് വീണ്ടും ജനനം. പിന്നെ we daily feed on the Lord Jesus Christ. ഒരിക്കൽ ഭക്ഷിച്ചേച്ച് പിന്നെ ഭക്ഷിക്കാതിരിക്കുകയാണോ? അല്ല, ദിനംതോറും നമ്മൾ യേശുവിനെ ഭക്ഷിക്കുന്നു. അർത്ഥാൽ യേശു എന്റെ ജീവന്റെ അപ്പമാണ്. യേശുവില്ലാതെ എനിക്ക് നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കി യേശുവിനോട് ഇഴുകിച്ചേരുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതിൽ കുറഞ്ഞ ഒന്നല്ല. Jesus did not come to give you an easy life. He came to give you eternal life. സൗകര്യപ്രദമാകുന്ന ഒരു ജീവിതം തരാനല്ല യേശു വന്നത്, നിത്യജീവൻ തരാന്. നിത്യജീവന്റെ മൊഴികൾ യേശുവിന്റെ പക്കലേ ഉള്ളൂ. ബാക്കി പല കാര്യങ്ങളും എല്ലായിടത്തും കിട്ടും. ആകട്ടെ, നമ്പർ 1, he is the bread of life. 2, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. John's Gospel chapter 8 and verse 12. നോക്കുക, യേശുക്രിസ്തു പറഞ്ഞു, I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഞാൻ ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നവനെന്നല്ല പറഞ്ഞത്. I am. പിന്നെ എന്നെ അനുഗമിക്കുന്നവൻ എവിടെ നടക്കുകയില്ല? ഇരുളിൽ നടക്കുകയില്ല. ശ്രദ്ധിക്കണേ, യേശുവിനെ അനുഗമിച്ചാൽ അവൻ ഇരുളിൽ നടക്കുകയില്ല. യോഹന്നാൻ അപ്പോസ്തലൻ ഇത് വളരെ വ്യക്തമാക്കി. നാം ഇരുളിന്റെ മക്കളല്ലെന്നുള്ളത് പൗലോസ്ലീഹ പറഞ്ഞു. യേശുവിനെ അനുഗമിക്കുന്നവരുടെ സവിശേഷത എന്താ? കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരുടെ സവിശേഷത അവരുടെ നെറ്റിമേൽ കുഞ്ഞാടിന്റെ നാമമുണ്ടെന്നുള്ളതാ. ഒരു നിമിഷം വേദപുസ്തകം എടുത്തേ, പ്ലീസ്. കാരണം ഇതൊന്നും അത്ര ഫെമിലിയർ പാസേജ് അല്ലാത്തതുകൊണ്ട് എടുത്തു വായിച്ചില്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. 144,000. നോക്കുക, യേശുവിനെ അതിന്റെ എസ്കറ്റോളജിക്കൽ ആസ്പെക്ട് ഒന്നും ഇപ്പൊ എടുക്കണ്ട. അതിന്റെ ആ സന്ദേശം മാത്രം ഒന്ന് എടുത്തേ. അവര് കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരാ. 4-ാം വാക്യത്തിൽ കുഞ്ഞാടിനെ അത് ഒന്ന് വിശദീകരണം ആവശ്യം. യേശുക്രിസ്തുവിന്റെ നാമം അവരുടെ
നെറ്റിമേലുണ്ട്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, everybody knows he is a disciple of Christ. ഉസിയ രാജാവിന്റെ നെറ്റിയുടെ മണ്ടയ്ക്ക് കുഷ്ഠം പൊക്കിയത് കൊണ്ട് മറയ്ക്കാൻ കഴിയാത്ത സ്ഥാനത്ത് വന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ നെറ്റി എന്നുള്ളത് മറയ്ക്കാൻ കഴിയാത്ത സ്ഥലമാണ്. ആരുടെ നാമമുണ്ട്? കുഞ്ഞാടിന്റെ നാമമുണ്ട്. അവരാ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ. എന്നാൽ പിശാച് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ. പിശാച് കൊടുക്കുന്ന ഓപ്ഷൻ എന്താണെന്നറിയോ? പിശാച് കൊടുക്കുന്ന ഓപ്ഷൻ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ 13-ാമത്തെ അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ ആ ആ ആ ആ പിശാച് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാ ഓപ്ഷൻ? പിശാച് കൊടുത്തേക്കുന്ന ഓപ്ഷൻ, യു ഹാവ് സംതിങ് ടു ചൂസ് ഫ്രം. ഒന്നി നെറ്റിയെ വേണമെങ്കിൽ എഴുതിക്കോ. ലെറ്റ് എവരിബഡി നോ ദാറ്റ് യു ആർ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ഫോർ സൈറ്റൻ. അങ്ങനെ ഒത്തിരി പേരില്ലേ? ഇല്ലേ? പിശാചിനെ സേവിക്കുന്നു എന്ന് പരസ്യമായി അംഗീകരിക്കാൻ മടിയില്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നെറ്റിമേൽ എഴുതിക്കോ. എന്നാൽ പിശാച് വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻ ഭയങ്കര ഹാൻഡിയാ. ആ ഓപ്ഷൻ ഏതാ? കയ്യേല്. അപ്പം കയ്യേലുണ്ടെങ്കിൽ ഫുൾ കൈ ഷർട്ടിട്ടാല് ആരും കാണുകയില്ല. ഇവിടെ വരുമ്പോൾ പിശാചിന്റെ നാമമൊന്നുമില്ല, പക്ഷെ കയ്യേലുള്ളത് ആരും കാണുന്നില്ല. രഹസ്യമായി ചെയ്യുന്നത് ആരും അറിയുന്നില്ല. യേശു ക്രിസ്തു പറഞ്ഞു, നോ, അത് നടക്കുകയില്ല. കർത്താവ് പറഞ്ഞു, നെറ്റിമേൽ എഴുതിക്കോ, അല്ലെങ്കിൽ ഡോണ്ട് റൈറ്റ്. പിന്നെ പറഞ്ഞു, സ്ത്രീകളോട് മലിനപ്പെടാത്ത. അവർ പലരും വ്യാഖ്യാനിക്കുന്നത് കല്യാണം കഴിക്കാതെ ജീവിക്കുക. അങ്ങനല്ല. സ്ത്രീ എന്ന് വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് അലങ്കാരിക ഭാഷയില്ല. നമുക്കറിയാലോ, സമുദായങ്ങളും ദൈവവ്യവസ്ഥയ്ക്ക് എതിരായി ഉയർത്തുന്ന സകല അധാർമികതയും സഭയിൽ കൊണ്ടുവരുന്ന ജനസമുദായത്തെ മുഴുവനായി വിളിച്ചിരിക്കുന്ന പേരാ മഹദിയാം ബാബിലോൺ. ആ മഹദിയാം ബാബിലോണിന് അവൾക്ക് മക്കളുമുണ്ട്. അതും ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല. അപ്പൊ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവരാരാ? യേശുവിന്റെ നാമം നെറ്റിമേൽ എഴുതിയിട്ട് ലോകത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന സമുദായ പെന്തക്കോസ്ത് സഭകളോട് കൂട്ടായ്മയില്ലാതെ വേറിട്ട് നിൽക്കുന്നവനാണ് സ്ത്രീകളോട് മലിനപ്പെടാത്തവൻ. മനസ്സിലായോ? ഞാൻ ഈ പറയുന്നത് ഭയങ്കര പുതിയ വ്യാഖ്യാനമായിട്ടും ഇതെന്നായി പറയുന്നതെന്നൊക്കെയാ പലരും എന്നെ നോക്കുന്നത്. ഞാൻ സത്യമാണ് പറയുന്നത്. പ്രിയരെ, യേശു പറയുകയാണ്, എന്നെ അനുഗമിക്കുന്നവൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇരുളി നടക്കുകയില്ല, അവൻ വെളിച്ചത്തിൽ നടക്കും. കാരണം എന്നാ? ഞാനാകുന്ന വെളിച്ചം അവന്റെ നെറ്റിമേൽ എഴുതിയേക്കുക. മറയ്ക്കാൻ കഴിയത്തില്ല. പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ഇരുളി നടക്കാൻ കഴിയുന്നേ? നോട്ട് ഓൺലി ജീസസ് ഗിവ്സ് ലൈറ്റ്, ഹി ഈസ് ദ ലൈറ്റ്. യേശു ക്രിസ്തു വെളിച്ചം തരുന്നവനായിട്ടല്ല, വെളിച്ചമായ ക്രിസ്തു. ഈ വെളിച്ചം വരുമ്പോൾ എന്തെല്ലാം സംഭവിക്കും? വെളിച്ചം വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ബൈബിൾ നോളജ് ഉണ്ടെന്ന് പറഞ്ഞ് വെളിച്ചം ഉണ്ടാകണമെന്ന് കാര്യമില്ല, ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പം പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് മനപ്പാഠം എടുത്തു പറയാൻ കഴിയുന്ന പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഇസ്രയേലിലുണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും
വെളിച്ചമായ ക്രിസ്തുവിനെ മനസ്സിലായില്ല. വെളിച്ചമായ ക്രിസ്തുവിനെ മനസ്സിലായത് ചുരുക്കം ചിലർക്കേ ഉള്ളൂ. ശീമോന് മനസ്സിലായി, വിധവയായ ഹന്നയ്ക്ക് മനസ്സിലായി, പഠിപ്പില്ലാത്ത ആ മുക്കുവന്മാർക്ക് മനസ്സിലായി. പഠിപ്പും ജ്ഞാനവുമല്ല വെളിച്ചത്തിനാധാരമായിരിക്കുന്നത്. വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിച്ച് അവിടുത്തെ നാമം നെറ്റിമേൽ എഴുതിയിരിക്കുന്നവരാണ് ഇരുളിൽ നടക്കാതെ ലോകത്തിന്റെ വെളിച്ചമാകുവാൻ പോകുന്നത്. വെളിച്ചമായ ക്രിസ്തു, ഹി ഈസ് ദ ലൈറ്റ്. പിന്നെ എന്ത് സംഭവിക്കുന്നു? വെളിച്ചം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, വെളിച്ചത്തിന് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്പർ 1, ഇറ്റ് മേക്സ് us fall at the ground. അറിയാമല്ലോ സംഭവം. വെളിച്ചത്തിന് എക്സ്പോസ് ചെയ്തപ്പോൾ കവിണ് വീഴുന്നു. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 9:3. അപ്പോസ്തലപ്രവൃത്തി 9:3 നമുക്ക് പരിചയമുള്ള വേദഭാഗമാണ്. വലിയ വെളിച്ചം കണ്ടു കഴിഞ്ഞപ്പോ എന്തോ സംഭവിച്ചു? കവിണ് വീണു, നിലത്ത് വീണു. എന്ന് പറഞ്ഞാൽ he is totally humble. അതുവരെ പുകഴാൻ ഒത്തിരി ഉണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്റെ പിതാക്കന്മാരുടെ മതത്തിനു വേണ്ടി അത്യന്തം ശുഷ്കാന്തിയോടെ അസീൽ അങ്ങോട്ട് കയറിയപ്പം സഭയെ ഉപദ്രവിച്ചു. ഇസ്രായേൽ ജാതിക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ, പരീശൻ. പക്ഷെ വെളിച്ചം പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ കവിണ് വീണു. ഒന്നുമല്ല. ഐ ആം നത്തിങ്. വെളിച്ചം പ്രകാശിക്കുമ്പോൾ മാത്രമേ, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ കാണാതറിയാവുന്നത് കൊണ്ട് വിശേഷമില്ല, വെളിച്ചം ആകുന്ന ക്രിസ്തുവിനെ അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ നമ്മൾ ഒന്നുമില്ല എന്ന് മനസ്സിലാകാൻ കഴിയത്തുള്ളൂ. ഇത് ഈ അപ്പോസ്തലന്റെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നത് 15-ാം അധ്യായത്തിൽ, അപ്പോസ്തലന്മാരിൽ ഞാൻ ഏറ്റവും ചെറിയവൻ. 15-ാം അധ്യായം 1 കൊരിന്ത്യർ 15:9 വായിക്കണ്ട. അത് കഴിഞ്ഞ് ഏകദേശം 30 വർഷങ്ങളോളം സുവിശേഷ വേലയൊക്കെ കഴിഞ്ഞ് റോമിൽ ഹൗസ് അറസ്റ്റിലായിരുന്നപ്പോൾ എഴുതിയ ലേഖനങ്ങളിൽ ഒന്നാണ് എഫേസ്യ ലേഖനം. എഫേസ്യർ 3:8, സകല വിശുദ്ധന്മാരിലും ചെറിയവനാകുന്ന ഞാൻ. അതും കഴിഞ്ഞ് മരിക്കുന്നതിന് ചില നാളുകൾക്ക് മുൻപ് എഴുതിയ തിമത്തിയോസിന്റെ ലേഖനത്തിൽ, 1 തിമത്തിയോസിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുയേശുവിൽ ലോകത്തിൽ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നത് വിശ്വാസ്യവും സകല മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യവുമാകുന്ന വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. The more the light of the Lord Jesus Christ shines on me, the more I am aware of my own unworthiness and unfaithfulness. ക്രിസ്തുവാകുന്ന വെളിച്ചം എന്റെ മേൽ എത്രയും പ്രകാശിക്കുന്നു, അത്രയും എന്റെ അയോഗ്യതയും എന്റെ അശുദ്ധിയും ഞാൻ തിരിച്ചറിയുകയാണ്. So the light exposes things, and he who has the light will walk in light. പരസ്യമായിട്ട്. കാരണം കുഞ്ഞാടിന്റെ നാമം എവിടെ എഴുതിയിട്ടുണ്ട്? നെറ്റിമേൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞാട് പോകുന്നിടത്ത് അവനെ അനുഗമിക്കും. മറച്ചു വെക്കേണ്ട കാര്യമില്ല. I am for the Lord. I walk where my lamb goes. ഞാനും കുഞ്ഞാടും കൂടെ, ദൈവ കുഞ്ഞാടും കൂടി ഇരിക്കുമ്പോ, ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞു ബൈബിൾ ക്ലാസ്സിന്, TV-യിൽ ഒരു പ്രോഗ്രാം വരുമ്പം കുറച്ച് കഴിയുമ്പം ദൈവ കുഞ്ഞാട് എഴുന്നേറ്റ് പോവും. നെറ്റിമേൽ പേരില്ലാത്തവർ അവിടെ ഇരിക്കും. നെറ്റിമേൽ പേരുള്ളവൻ കുഞ്ഞാട് എഴുന്നേറ്റ് പോകുന്ന കാണുമ്പോൾ കുഞ്ഞാടിന്റെ പിന്നാലെ പോകും. മനസ്സിലായോ?
അങ്ങനെ നമ്മൾ തന്നെ സങ്കല്പിച്ചു, കുഞ്ഞാട് എവിടെയുണ്ടോ അവിടെ വെളിച്ചത്തിൽ നടക്കുന്നവനുണ്ട്, അവിടെ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവനുണ്ട്. എന്നെ അനുഗമിക്കുന്നവൻ എവിടെ ഇരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? എന്റെ ഒപ്പം ഇരിക്കും. അനുഗമിക്കാത്ത ആരും ഇരിക്കുമെന്ന് ചിന്തിക്കരുതേ. ഞാൻ വീണ്ടും പറയട്ടെ, അപ്പം തിന്ന രോഗസൗഖ്യം പ്രാപിച്ച, കുഷ്ഠരോഗ നിവാരണം പ്രാപിച്ച ഒത്തിരി പേര് ഇന്ന് നരകത്തിൽ കിടക്കുകയാ. ഈ തലമുറയിലുള്ള അപ്പം തിന്നുന്ന ഒത്തിരി പേര് നരകത്തിലേക്ക് പോകാം. പ്രിയരെ, നമുക്കത് വേണ്ട. ജീവന്റെ അപ്പമായും ജീവന്റെ വെളിച്ചമായും യേശുവിനെ ജീവിതത്തിൽ അംഗീകരിക്കുക, ജീവരക്ഷ പ്രാപിക്കുക. 3, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15:25, 11. യെസ്, യെസ്. ഇവിടെ നമുക്ക് സംഭവം നല്ലതായിട്ടറിയാം. യേശുക്രിസ്തു സ്നേഹിച്ച മാർത്തയുടെയും മറിയയുടെയും ഏക സഹോദരൻ ലാസർ മരിച്ചു. ക്രിസ്തു ആ ഗ്രാമത്തിലേക്ക് വരികയാണ്. വരുമ്പോൾ മാർത്ത ആദ്യം ഓടിച്ചെന്ന്, ശ്രദ്ധിച്ചേ, കേട്ടെ പ്ലീസ്. ആദ്യം ഓടിച്ചെന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ന്യായമായിട്ടും കർത്താവ് പറയേണ്ടുന്ന മറുപടി, മാർത്തേ, എന്തിനാ വിഷമിക്കുന്നേ? ഞാനിവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ മരിക്കുകയില്ല എന്നുള്ളത് ശരിയാ. പക്ഷെ ഇപ്പൊ വേണമെങ്കിലും എനിക്ക് അവനെ ഉയർപ്പിക്കാമല്ലോ എന്നല്ലേ കർത്താവ് ന്യായമായി പറയേണ്ട മറുപടി? കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. നമ്മുടെയും പ്രശ്നം ഇതൊക്കെ തന്നെയാ. നമുക്കും പലപ്പോഴും അറിയേണ്ടത് കർത്താവ് നാളെ എന്ത് ചെയ്യുമെന്നുള്ളതാ അറിയേണ്ടത്, ഇല്ലേ? എന്റെ ഈ പ്രശ്നത്തിൽ 8-ാം മാസം 9-ാം തീയതി എന്താ കർത്താവ് ചെയ്യുന്നതെന്നാ എനിക്കറിയേണ്ടത്. എന്റെ ഈ പ്രശ്നം മാറുമോ ഇല്ലയോ എന്നുള്ളതാ എനിക്കറിയേണ്ടത്. മാർത്തയുടെയും പ്രശ്നം അത് തന്നെയാ. എന്നാ യേശു പറയുന്ന മറുപടി ശ്രദ്ധിച്ചേ. യേശു പറയുന്ന മറുപടി, നിന്റെ പ്രശ്നം ഞാൻ മാറ്റുമോ ഇല്ലയോ എന്ന് പറയുന്നതിനേക്കാളും യേശു പറയുന്ന മറുപടി, ഞാൻ എന്ത് ചെയ്യും നിന്റെ ആ വിഷയത്തിൽ എന്നതിനേക്കാളും ഞാൻ എന്താകുന്നു എന്നാ യേശു പറയുന്നത്. ഞാൻ എന്താകുന്നു? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അങ്ങനെ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയുമോ? യെസ്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നാളെ അത് മാറുമോ എന്നുള്ളതാ വിഷയം. ഇന്ന വിഷയത്തിന് പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് നിന്റെ വിഷയം. സമ്മതിച്ചു. പക്ഷെ അവിടെ നിൽക്ക്. ആ വിഷയത്തിലും ക്രിസ്തു ആരെന്നറിയാൻ കഴിയുമോ? അതാ വിഷയം. യേശു പറയുന്ന മറുപടി, ഞാൻ ഇന്നത് ചെയ്യുമെന്നല്ല, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ വന്ന് ഉയർപ്പിച്ചേച്ചു പോകുന്നവനല്ല, ജീവനാകുന്ന പുനരുത്ഥാനമാകുന്ന ഞാനുണ്ടല്ലോ കൂടെ. യേശുവിനെ ജീവനും പുനരുത്ഥാനമായും ദൈവവചനം പഠിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 1 തിമോഥെയോസ് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തു നമുക്ക് പ്രത്യാശ തരുന്നവനെന്നല്ല. ലോകക്കാരൊക്കെ ഒത്തിരി പ്രത്യാശകൾ നമുക്ക് തരും. പക്ഷെ അവർ തരുന്ന പ്രത്യാശയൊന്നും നിലനിൽക്കുകയില്ല. എന്നാ ഇവിടെ വചനം പറയുന്നു, നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തു, ക്രൈസ്റ്റ് ജീസസ് അവർ ഹോപ്പ്. ഹി ഹിംസെൽഫ് ഈസ് അവർ ഹോപ്പ്. എഫേസ്യ ലേഖനം പറയുന്നു, അവിടുന്ന് നമ്മുടെ സമാധാനം. 2
2:14 മുതലുള്ള വാക്യങ്ങൾ. He himself is our peace. കൊലോസ്യ ലേഖനം 3:4 പറയുന്നു, എന്തുകൊണ്ട് ഈ മർത്യ ശരീരത്തെ ഒരു ദിവസം ഉയർപ്പിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. പൗലോസ് പറയുന്ന മറുപടി, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ ജീവനിൽ വെളിപ്പെടും. ഓ, ഹൗ wonderful our Lord is. No wonder the Shunammite, when tempted with all the good things of the world by the friends, Song of Songs ൽ, ശലോമോന്റെ ഉത്തമഗീതത്തിൽ, ശൂനേം കാരത്തിയുടെ കൂട്ടുകാരിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വെച്ച് അവളെ പ്രലോഭിപ്പിച്ചേച്ച് ഇങ്ങനെ ചോദിച്ചു, നിന്റെ പ്രിയന് ഇതിനേക്കാളൊക്കെ എന്നാ വിശേഷതയുള്ളത്? അവളുടെ മറുപടി, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, എന്റെ പ്രിയൻ 10,000 അതിശ്രേഷ്ഠൻ, എന്റെ പ്രിയനോട് തുല്യമാക്കി വെക്കാൻ ആരുമില്ല, ഒന്നുമില്ല. എന്റെ പ്രാണപ്രിയൻ സുന്ദര രക്ഷകനാണ്, അവനെ മതി, അവന്റെ പിന്നാലെ എന്നെ വലിക്കാം. Glory to God. Do we have that love for the Lord Jesus Christ? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവനായ ക്രിസ്തു, He himself is our life. He himself is our hope. He is our peace. He himself is our wisdom. He himself is the righteousness, holiness and redemption. He himself is the bread of life. He himself is my light of life. I shall not be afraid because He is my everything and He is my all. അവിടുന്ന് എന്റെ സർവവുമാണ്. ആ പൊന്നുപാദപീഠത്തിൽ നമുക്ക് വണങ്ങി നമസ്കരിക്കാം. തിരുനാമ മഹത്വത്തിനായി കുഞ്ഞാടിന്റെ നാമം നെറ്റിമേലെഴുതി കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും സ്ത്രീകളോട് മലിനപ്പെടാതെ ക്രിസ്തുവിനെ നമുക്ക് അനുഗമിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസപ്രദനാകുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നമ്മളവരോടും ലോകമ്പോടുള്ള സകല വിശുദ്ധന്മാരോടുകൂടിയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. സ്തോത്രം.